ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡേ ഔട്ട് ഈറ്റ് ആൻഡ് ഷോപ്പിംഗ്. അപ്പോൾ ഇന്നത്തേതൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഈസ്റ്ററിൻ്റെ ഡേ എൻ്റെ ആ ഈസ്റ്ററിൻ്റെ ഡേ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചേർച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പാരഗണിൽ വന്നു കേട്ടോ. അപ്പോൾ ബാംഗ്ലൂരുള്ള പാരഗണാണിത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ വെള്ളയപ്പവും സ്റ്റ്യൂ എല്ലാം കഴിച്ചു. അപ്പോൾ ഇത് ഒരു ഓക്സിഡൈസ്ഡ് ജ്വല്ലറിയാണ് ഞാൻ വാങ്ങിച്ചത്. മീഷോ എന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കമൻറ്റ് ബോക്സിൽ. അപ്പോൾ സാരിക്കെല്ലാം നല്ല ഒരു അടിപൊളി ഗ്രേറ്റ് ലുക്ക് തന്നെ കൊടുക്കും കേട്ടോ. ഒരു റോയൽ ലുക്ക് തന്നെ കൊടുക്കും. ഇങ്ങനത്തെ കളറ് സാരീസിനെല്ലാം മാച്ചാണ്. നല്ല ഒരു ഇതാണ്, ഒരുപാട് സ്റ്റോൺ വർക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് നേരത്തെ ആലോചിച്ച് വെച്ചു. എൻ്റെ ഹസ്ബൻഡിനും മോൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗീ റൈസ് ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ ഞാൻ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ കുറച്ച് പാലടപ്രഥമനും പായസവും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചിക്കൻ കറിയെല്ലാം നേരത്തെ ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഉണ്ടാക്കാനുള്ളത് ഗീ റൈസും പിന്നെ അതുപോലെ തന്നെ പാലടപ്രഥമനുമാണ് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നു. ഉള്ളിയെല്ലാം പെട്ടെന്ന് കട്ട് ചെയ്തു. അപ്പോൾ ഇത് ഗീ റൈസിന് ഇടാൻ വേണ്ടിയിട്ട് അവസാനം നമ്മൾ ഇടൂല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേർമയായിട്ട് ഞാൻ കട്ട് ചെയ്തു. എന്നിട്ട് ഗീയിൽ നന്നായിട്ട് വറുത്തെടുത്തു കേട്ടോ. കാരണം അതാദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതെല്ലാം നന്നായി വറുത്തെടുത്തു. പിന്നെ എനിക്ക് ഒരുപാട് കാഷ്യൂ നട്ടും മറ്റേ കിസ്മിസും ഗീ റൈസിലിടുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അതും വറുത്തെടുക്കണം. പിന്നെ ഞാനിവിടെ ഉണ്ടാക്കുന്ന ഗീ റൈസ് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചിക്കൻ കറി എടുക്കുന്നതും കൂടെ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ടൈം ഉണ്ടായില്ല. രാവിലെ ചേർച്ചിലെല്ലാം പോകാൻ വേണ്ടി ഭയങ്കര തിരക്കിട്ടിട്ടാണ് ഞാൻ ഇതാക്കിയത്. അപ്പോൾ ഞാനിതാ കാഷ്യൂസും കിസ്മിസും അതും ഫ്രൈ ചെയ്തു. നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് അതും പിന്നെ ഈ ഫ്രൈ ചെയ്ത ഒനിയൻസും ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ സെയിം പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെയും കുറച്ച് നെയ്യ് ഒഴിച്ചു. പിന്നെ നമ്മുടെ സാദാ സ്പൈസസ് എല്ലാം ഇട്ടു. പട്ട, ഒരു ഏലക്കായ, പിന്നെ ഗ്രാമ്പൂ, അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ സോക്ക് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് എടുത്തിട്ടു. എന്നിട്ട് നല്ലോണം ഇളക്കി നല്ലോണം വറുത്തെടുത്തു. ആ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞ ശേഷം ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം. ഞാൻ ഒരു വലിയ ഗ്ലാസ്സാണ് എടുത്തത്. അത് എനിക്കും എൻ്റെ വീട്ടുകാർക്കും മക്കൾക്കും എല്ലാം കറക്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്ലാസ്, ഏതൊരു ഗ്ലാസ്സിനാണോ നമ്മൾ അരി എടുക്കുന്നത് അതിൻ്റെ 2 ഗ്ലാസ് എടുക്കുക. അങ്ങനെ ഞാൻ 2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു. എന്നിട്ടത് മൂടി വെച്ചു. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഉപ്പൊക്കെ ആഡ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തിട്ട് ഞാനിതാ മൂടി വെച്ചു. ഇനി അടുത്ത എൻ്റെ പണി എനിക്ക് പായസം ഉണ്ടാക്കുക എന്നുള്ളതാണ്. റൈത്ത ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് അത് നോക്കിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ചു. എന്നിട്ട് ഞാൻ പള്ളിയിൽ പോകുന്നതിന് മുമ്പേ മറ്റേ നിറബറ അടപ്രഥമനില്ലേ, അതായത് നമുക്ക് പിങ്ക് പാലടപ്രഥമൻ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി കുക്കറിൽ നല്ലോണം വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഡയറക്റ്റ്ലി എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് കുറച്ച് പാല് അതിലേക്ക് ഒഴിക്കുക. അതായത് ഏകദേശം അത് തിളച്ച് വരുമ്പം. അപ്പം ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച രീതിയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാനിതിലേക്ക് പാല് ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കും. പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി, പിന്നെ നട്ട്സ് കുറച്ച് വറുത്തിട്ടത് മാത്രം ഇട്ടാൽ മതി. അതല്ലാതെ വേറെ ഒന്നും വേണ്ട. പിന്നെ ഫുള്ളി ഇൻസ്റ്റൻ്റായി കിട്ടുന്ന ആ പായസം അതും എനിക്കിഷ്ടമല്ല കേട്ടോ. എനിക്ക് ഈ നട്ട്സ് എല്ലാം കുറച്ച് ക്രഞ്ചി ആയിട്ടിരിക്കണം. അപ്പോൾ കുറച്ച് ഏലക്കാപ്പൊടി ഞാൻ ചേർത്തു. പിന്നെ ഷുഗർ തീരെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ ഓൾറെഡി നല്ല ഷുഗറായിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര മധുരമായി നമുക്ക് കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന്
ഓൾറെഡി ഇതിലുള്ളതിനെ കൊണ്ട് ഞാൻ പിന്നെ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇതാ നമ്മുടെ നെയ്ച്ചോറ് റെഡിയായപ്പം ഫ്രൈ ചെയ്ത് വെച്ച ഒനിയൻസ് എല്ലാം അതിലിട്ടു. എനിക്ക് ഒരുപാട് ഒനിയൻസ് കരിയുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതിട്ട് നല്ലോണം മിക്സ് ചെയ്തു. പിന്നെ നമ്മുടെ നട്ട്സ്, കിസ്മിസ് അതെല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തു. അപ്പോൾ ഗീ റൈസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി അടുത്തത് കാര്യമായ പണിയൊന്നുമില്ല, കാരണം ഞാൻ ഗ്രേവി എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇനി ഇതാ പാലടപ്രഥമൻ ഇവിടെ റെഡിയായും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കസ്റ്റേർഡൊക്കെ ഉണ്ടാക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്തോ എനിക്ക് പായസം കുടിക്കണമെന്ന് കുറേ കാലമായിട്ട് ഭയങ്കര ആഗ്രഹം. ഈ ലഞ്ച് സീസണിൽ ഒരുപാട് ഇതെല്ലാം ഞാൻ ഒഴിവാക്കിയിരുന്നു, ഷുഗർ പിന്നെ അതുപോലെ നോൺ വെജ് എല്ലാം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് കുടിക്കണം തോന്നിയത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് ടൈപ്പ് പായസമാണ് ഇഷ്ടം? എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ് കേട്ടോ, അടപ്രഥമൻ. ഞാൻ എപ്പോൾ പോയാലും ഞാൻ അധികവും വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതാ നമ്മുടെ ഗീ റൈസും ചിക്കൻ കറിയും റെഡിയായി കഴിഞ്ഞു. നല്ല യമ്മി ആയിരുന്നു. പിന്നെ കുറച്ചും കൂടെ ഞാൻ അനിയൻസ് പിന്നെ അതുപോലെ തന്നെ മല്ലിയില ഒക്കെ ആഡ് ചെയ്തിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.